ഇന്ന് നമുക്ക് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം തയ്യാറാക്കിയാലോ. ഇത് കണ്ടോ, എന്ത് സോഫ്റ്റാണ് ഈ അപ്പം. ഒട്ടും തന്നെ പുളി ഉണ്ടാകത്തില്ല. നമ്മളിങ്ങനെ വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വെണ്ണ പോലെ അലിഞ്ഞു പോകും. അത്രയ്ക്ക് സോഫ്റ്റായ അപ്പം. ഒരേ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം ഇഡ്ഡലിയോ ദോശയോ അപ്പം ഒക്കെ തയ്യാറാക്കാൻ നേരത്ത് ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം, ഇഡ്ഡലി, ദോശയൊക്കെ നമുക്ക് തയ്യാറാക്കാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ അപ്പമൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, ഈ പച്ചരി ഇത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 5 മണിക്കൂർ നമ്മൾ കുതിർക്കണം. ഇവിടെ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കുതിർന്ന് നന്നായിട്ട് കഴുകിയെടുത്ത പച്ചരിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പൊരിയാണ്. എല്ലായിടത്തും നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമാണല്ലോ പൊരി. 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ ആ അരിയിൽ ഇച്ചിരി വെള്ളത്തിൻ്റെ അംശമുണ്ടല്ലോ, അതിൽ ആ പൊരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. അതിനായിട്ട് നമ്മളിത് മൂടി ഒരു 5 മിനിറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. അത് കഴിയുമ്പം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവിലേക്ക് ഞാനിവിടെ ഒരു നുള്ള് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമ്മളിത് മൂടി ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നിങ്ങൾ ഈസ്റ്റ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇതിങ്ങനെ തന്നെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അപ്പം ചുടുന്ന സമയത്ത് 6 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നുള്ള് സോഡാപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഈസ്റ്റ് ചേർത്ത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതാണ്. ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ രാത്രിയിലാണ് മാവൊക്കെ അരച്ച് വെച്ചത്. ഇത് കണ്ടോ എന്ത് നന്നായിട്ടിത് പൊങ്ങിയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനിയാണ് നമ്മുടെ ഈ ടിപ്പുള്ളത്. ഇതുപോലെ നമ്മൾ മാവ് മിക്സ് ചെയ്ത ഉടനെ തന്നെ അപ്പമോ ദോശയോ ഇഡ്ഡലിയോ ആണെങ്കിൽ ചുടരുത്. ഇതുപോലെ ഉപ്പൊക്കെ ചേർത്ത് നമ്മളിപ്പോൾ ഇതുപോലെ പൊങ്ങിയ മാവിനെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് മൂടി ഒരു 10-15 മിനിറ്റ് കൂടെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും നമ്മുടെ മാവ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അപ്പം ചുടാനായിട്ട്. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാവ് ഞാനിപ്പം 1.5 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യേണ്ട, ലൈറ്റായിട്ട് നമ്മൾ സാധാരണ വെള്ളയപ്പമൊക്കെ തയ്യാറാക്കുമല്ലോ ആ ഒരു ഇതിൽ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളിതൊന്ന് മൂടി വെക്കുക. അപ്പോൾ നല്ലതായിട്ട് അതിൽ ഹോൾസൊക്കെ വീണ് കഴിയും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ മൂടി വെച്ച് ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എത്ര നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അപ്പം. ഒട്ടും തന്നെ പുളിയില്ലാതെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് അപ്പം തയ്യാറാക്കി നോക്കണേ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കാൻ നേരത്ത് അതിൻ്റെ കൂടെ 1 കപ്പ് പൊരി കൂടെ ചേർത്ത് നമ്മൾ അരച്ച് വെക്കുവാണെങ്കിൽ മാവ് നന്നായിട്ട് സോഫ്റ്റാക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയും ഇഡ്ഡലിയും ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇത് കണ്ടോ ഞാനിപ്പോൾ അപ്പം ചുട്ട് നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള മാവ് കൊണ്ടൊക്കെ അപ്പം ഒന്ന് ചുട്ടെടുക്കാം. ഇതുകൊണ്ട് ഞാനിപ്പോൾ അപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം. ഇപ്പം നമ്മൾ മുട്ടക്കറിയോ കടലക്കറിയോ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സിമ്പിളായിട്ടുള്ള ചെറുപയർ കറിയാണ് തയ്യാറാക്കിയത്. ചെറുപയർ കറിയുടെ കൂടെയും സൂപ്പറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.